ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മൾ അതിന് അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 3 സങ്കീർത്തനം 32 ബുദ്ധി ഉപദേശക സങ്കീർത്തനം. ദാവീദിൻ്റെ രണ്ടാം അനുതാപ സങ്കീർത്തനമാണിത്. ഒന്നാമത്തെ സങ്കീർത്തനം 6 അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇത് ദാവീദിൻ്റെ രണ്ടാം അനുതാപ സങ്കീർത്തനമാണ്, സങ്കീർത്തനം 32. ഇവിടെ സഭാപാരമ്പര്യത്തിൽ അനുതാപത്തിനായുള്ള 7 സങ്കീർത്തനങ്ങളിൽ രണ്ടാമത്തേതാണ് സങ്കീർത്തനം 32. പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിച്ച ഒരാളുടെ അനുഭവമാണിതിൻ്റെ പ്രധാന വിഷയം. അവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ചോദ്യം, ഇത് ഏത് വിഭാഗത്തിലാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്? ഇവിടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വേദപുസ്തക സങ്കീർത്തനങ്ങളെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ ഇത് മാസ്കീൽ അഥവാ ബുദ്ധി ഉപദേശക സങ്കീർത്തനം എന്ന വിഭാഗത്തിലാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. വേദപുസ്തക സങ്കീർത്തനങ്ങളെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ മാസ്കീൽ വിഭാഗത്തിലാണിത് സങ്കീർത്തനം 32 നൽകിയിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട്, മാസ്കീൽ എന്നത് ജ്ഞാനം നൽകുന്നതും വിസ്ഡം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ, ജ്ഞാനം നൽകുന്നതും ഉപദേശിക്കുന്നതുമായ സങ്കീർത്തനം എന്ന അർത്ഥത്തിലാണ്. അതിനാൽ ഇവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, പാപം, അനുതാപം, ക്ഷമ എന്നിവയിലൂടെ താൻ പഠിച്ച ആത്മീയ പാഠങ്ങൾ മറ്റുള്ളവർക്കും നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം, ആരുടെ ആനന്ദ കീർത്തനമാണിത്? ഇവിടെ കാണാൻ സാധിക്കും, പാപക്ഷമ, അതായത് തൻ്റെ പാപങ്ങൾക്കുള്ള മോചനം, പാപം ക്ഷമിച്ചു കിട്ടിയവൻ്റെ ആനന്ദ കീർത്തനം കൂടിയാണിത്. പാപക്ഷമ ലഭിച്ചവൻ്റെ ആനന്ദ കീർത്തനം കൂടിയാണിത്. ഇത് അനുതാപ സങ്കീർത്തനമാണെങ്കിലും തുടക്കം മുതൽ അവസാനം വരെയും ദുഃഖം മാത്രമല്ല, ക്ഷമ ലഭിച്ചതിന് ശേഷമുള്ള ആശ്വാസവും സന്തോഷവും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അതുപോലെ ഇവിടെ പറയുന്നുണ്ട്, പാപത്തെയും പശ്ചാത്താപത്തെയും ദൈവത്തിൻ്റെ ക്ഷമയും കുറിച്ച് ആഴത്തിലുള്ള ആത്മീയ പാഠം നൽകുന്നൊരു സങ്കീർത്തനമാണിത്. അതാണ് മൂന്നാമതായിട്ടുള്ള ചോദ്യം കൊടുത്തിരിക്കുന്നത്. ഈ സങ്കീർത്തനം നൽകുന്ന ആത്മീയ പാഠം എന്താണ്? പാപത്തെയും പശ്ചാത്താപത്തെയും ദൈവത്തിൻ്റെ ക്ഷമ, അതായത് പാപം ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ക്ഷമയെ കുറിച്ചുള്ള ആഴത്തിലുള്ള ആത്മീയ പാഠങ്ങളാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി ഇവിടെ പറയുന്നുണ്ട്, ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പാപാനുഭവത്തിന് ശേഷമുള്ള ആത്മീയ തിരിച്ചറിവിൻ്റെ പ്രകാരമാണ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് പല വേദപുസ്തക പണ്ഡിതന്മാരും കരുതുന്നു. ഇതിൻ്റെ പശ്ചാത്തലമാണ്, എപ്പോഴാണ് ദാവീദ് സങ്കീർത്തനം രചിച്ചതെന്നുള്ള ഉത്തരത്തിനുള്ള ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പാപാനുഭവത്തിന് ശേഷം, അതായത് ബത്ശേബയുമായുള്ള സംഭവവും അതിനെ തുടർന്ന് സംഭവിച്ച കാര്യങ്ങളും അതിനുശേഷം ഉണ്ടായ ആത്മീയ തിരിച്ചറിവ് കാരണമാണ് ഈ സങ്കീർത്തനം രചിച്ചതെന്നാണ് പല വേദപുസ്തക പണ്ഡിതന്മാരും കരുതുന്നത്. എന്തായിരുന്നു ബത്ശേബയുമായിട്ട് ബന്ധപ്പെട്ട പാപാനുഭവം? നമുക്കറിയാം, ദാവീദ് എന്തായിരുന്നു, ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന കാലത്ത് ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ബത്ശേബ എന്ന സ്ത്രീ കുളിക്കുന്നതായിട്ട് കാണുന്നു. അവൾ വളരെ സുന്ദരിയായിരുന്നു. ദാവീദ് അവൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് ഊരിയാവിൻ്റെ ഭാര്യയാണെന്ന് അറിയുന്നു. ഊരിയാവ് ദാവീദിൻ്റെ സൈന്യത്തിലെ ഒരു യോദ്ധാവായിരുന്നു. എന്നിട്ടും ദാവീദ് ബത്ശേബയെ തൻ്റെ അടുക്കൽ വരുത്തി അവളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു. പിന്നീട് ബത്ശേബ ഗർഭിണിയായി അവൾ ദാവീദിനെ ഈ വിവരം അറിയിച്ചു. അതോടെ തൻ്റെ പാപം മറച്ചു വെക്കാൻ ദാവീദ് ശ്രമിച്ചു. യുദ്ധഭൂമിയിലായിരുന്ന ഊരിയാവിനെ ദാവീദ് യെരുശലേമിലേക്ക് വിളിപ്പിച്ചു. ഊരിയാവ് വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം താമസിച്ചാൽ ജനങ്ങൾ ബത്ശേബയുടെ ഗർഭം ഊരിയാവിൻ്റെതാണെന്ന് കരുതുമെന്നായിരുന്നു ദാവീദിൻ്റെ പദ്ധതി. എന്നാൽ ഊരിയാവ് വീട്ടിലേക്ക് പോയില്ല. തൻ്റെ കൂടെയുള്ള യോദ്ധാക്കൾ യുദ്ധഭൂമിയിൽ കഴിയുമ്പോൾ താൻ മാത്രം വീട്ടിൽ സുഖമായി കഴിയുന്നത് ശരിയല്ലെന്ന് അവൻ കരുതി. അപ്പോൾ ദാവീദ് കൂടുതൽ ഗുരുതരമായൊരു പദ്ധതി തയ്യാറാക്കുന്നു. എന്തായിരുന്നു? ഊരിയാവിനെ
യുദ്ധത്തിലെ ഏറ്റവും അപകടമായ മുൻനിരയിൽ നിർത്താനും പിന്നെ മറ്റ് സൈനികരെ അവനിൽ നിന്ന് പിൻവലിക്കാനും ദാവീദ് സൈന്യാധിപനായ യോവാബിനോട് നിർദ്ദേശിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൽ ഊര്യാവ് കൊല്ലപ്പെട്ടു. ഊര്യാവിൻ്റെ മരണശേഷം ദാവീദ് ബത്ശേബയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. എന്നാൽ ദാവീദ് ചെയ്ത പ്രവൃത്തി ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല. നാഥാൻ പ്രവാചകൻ ദാവീദിനെ നേരിടുന്നു അല്ലേ. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കൽ അയച്ചു. നാഥാൻ നേരിട്ട് കുറ്റം ചുമത്തുന്നതിന് പകരം ഒരു കഥ പറഞ്ഞു. ഒരു പട്ടണത്തിലൊരു ധനികനും ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. ധനികന് ധാരാളം ആടുകളും കന്നുകാലികളും ഉണ്ടായിരുന്നു. ദരിദ്രന് വളരെ സ്നേഹത്തോടെ വളർത്തിയൊരു ചെറിയ പെൺകുഞ്ഞാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അതിഥി ധനികൻ്റെ വീട്ടിൽ വന്നപ്പോൾ ധനികൻ തൻ്റെ അനേകം ആടുകളിൽ ഒന്നിനെ എടുക്കാതെ ദരിദ്രൻ്റെ ഏക കുഞ്ഞാടിനെ പിടിച്ചെടുത്ത് അതിഥിക്ക് വേണ്ടി തയ്യാറാക്കി. ഈ കഥ കേട്ട ദാവീദ് കോപിച്ചു. അങ്ങനെ ചെയ്ത മനുഷ്യൻ ശിക്ഷ അർഹിക്കുന്നുവെന്നാണ് ദാവീദ് അവിടെ പറയുന്നത്. അപ്പോൾ നാഥാൻ ദാവീദിനോട് പറയുന്നുണ്ട്, ആ മനുഷ്യൻ നീ തന്നെയാണ്. അപ്പോൾ ദാവീദിന് തൻ്റെ പാപത്തിൻ്റെ ഗൗരവം വ്യക്തമായി മനസ്സിലായി. താൻ ബത്ശേബയെ സ്വന്തമാക്കുകയും അവളുടെ ഭർത്താവായ യൂര്യാവിൻ്റെ മരണത്തിന് കാരണമാകുകയും ചെയ്തതിലൂടെ വലിയ പാപം ചെയ്തതായി അവൻ തിരിച്ചറിഞ്ഞു. ദാവീദ് തൻ്റെ പാപം സമ്മതിച്ചു. ഞാൻ കർത്താവിനോട് പാപം ചെയ്തു എന്നവിടെ ദാവീദ് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതായിരുന്നു ദാവീദിൻ്റെ ബത്ശേബയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാപം എന്നവിടെ പറയുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ബത്ശേബയുമായിട്ട് ബന്ധപ്പെട്ട ദാവീദിൻ്റെ പാപാനുഭവത്തിന് ശേഷമാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് വേദപണ്ഡിതന്മാർ കരുതുന്നു. അതാണ് 4ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പാപാനുഭവത്തിന് ശേഷമുള്ള ആത്മീയ തിരിച്ചറിവിൻ്റെ പ്രകാരമാണ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് പല വേദപുസ്തക പണ്ഡിതന്മാരും കരുതുന്നു. സങ്കീർത്തനം 32, 51 എന്നിവ പരസ്പരം ബന്ധമുള്ള പശ്ചാത്താപ സങ്കീർത്തനങ്ങളാണെന്ന് പരമ്പരാഗതമായി കരുതപ്പെടുന്നു. അതാണ് അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം. സങ്കീർത്തനം 32, 51 എന്നിവ പരസ്പരം ബന്ധമുള്ള പശ്ചാത്താപ സങ്കീർത്തനങ്ങളാണെന്നാണ് കരുതപ്പെടുന്നത്. സങ്കീർത്തനം 51 ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ നിലവിളി ശക്തമായി കാണുമ്പോൾ സങ്കീർത്തനം 32 ഏറ്റുപറച്ചിലിനും ക്ഷമയ്ക്കും ശേഷമുള്ള അനുഗ്രഹവും സ്വാതന്ത്ര്യവും കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 51 എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ നിലവിളി നമുക്ക് ശക്തമായിട്ട് കാണാൻ സാധിക്കുമ്പോൾ ഇവിടെ സങ്കീർത്തനം 32 ഏറ്റുപറച്ചിലും ക്ഷമയ്ക്കും ശേഷമുള്ള അനുഗ്രഹവും സ്വാതന്ത്ര്യവും നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അവിടെ 5ാമതായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. എന്താണ്? സങ്കീർത്തനം 32മായി പരസ്പര ബന്ധമുള്ള പശ്ചാത്താപ സങ്കീർത്തനം എന്ന് പറയുന്നത് സങ്കീർത്തനം 51. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പ്രധാന വിഷയങ്ങൾ. 3 പ്രധാന വിഷയങ്ങളാണ് ഈ സങ്കീർത്തനം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന് എന്താണ്? പാപമോചനത്തിൻ്റെ ഭാഗ്യം. 2 പാപം മറച്ചു വയ്ക്കുന്നവൻ്റെ വേദനയും സമ്മതിക്കുന്നവൻ്റെ വിടുതലും. 3 ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും അത് സ്വീകരിക്കുന്ന നീതിമാന്മാർക്കുള്ള സന്തോഷവും. ഈ 3 കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പാപമോചനത്തിൻ്റെ ഭാഗ്യം. 2 പാപം മറച്ചു വയ്ക്കുന്നവൻ്റെ വേദനയും സമ്മതിക്കുന്നവൻ്റെ വിടുതലും. 3 ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും അത് സ്വീകരിക്കുന്ന നീതിമാന്മാർക്കുള്ള സന്തോഷവും. ഒന്നാമതായിട്ട് നമുക്ക് കാണാം പാപമോചനത്തിൻ്റെ ഭാഗ്യം. സങ്കീർത്തനം 32 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വരികളിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദൈവം പാപം മോചിക്കുന്നതിൻ്റെ മഹത്വവും ആ അനുഗ്രഹം ലഭിക്കുന്ന ആളിൻ്റെ ഭാഗ്യവുമാണ് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. ദൈവം പാപം മോചിക്കുന്നതിൻ്റെ മഹത്വവും ആ അനുഗ്രഹം ലഭിക്കുന്ന ആളിൻ്റെ ഭാഗ്യവുമാണ് നമുക്ക് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ദൈവത്തിൻ്റെ ക്ഷമ എത്ര മഹത്തായതാണെന്നും അത് സ്വീകരിക്കുന്ന വ്യക്തി എത്ര ഭാഗ്യവാനാണെന്നും ഇവിടെ പറയുന്നു. ക്ഷമ മനുഷ്യൻ സ്വന്തമായി സമ്പാദിക്കുന്ന ഒന്നല്ല, അത് ദൈവകൃപയുടെ ദാനമാണ്. ഇവിടെ പാപത്തെ സൂചിപ്പിക്കാൻ 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പാപത്തിന് 3 പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. 1 ലംഘനം, 2 പാപം, 3 അകൃത്യം. ലംഘനം എന്ന് പറയുന്നത് ദൈവിക അധികാരത്തിനെതിരെയുള്ള വിപ്ലവം, അതായത് ദൈവത്തിൻ്റെ കൽപ്പന അറിഞ്ഞിട്ടും അതിനെ ലംഘിക്കുന്ന അവസ്ഥ. 2 പാപം, ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥ, ലക്ഷ്യം തെറ്റിയ ജീവിതശൈലി. ദൈവം മനുഷ്യ ജീവിതത്തിന് നൽകിയിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന അവസ്ഥയെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. 3ാമതായിട്ട് പറയുന്നത് അകൃത്യം, നേരായ മാർഗത്തിൽ നടക്കാതെ വളഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കുന്ന പ്രവൃത്തി. നേരായ ദൈവിക മാർഗത്തിൽ നിന്ന് മാറി വളഞ്ഞ വഴി നടക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അതാണ് 8ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. 3 പദങ്ങൾ ഏതൊക്കെയാണ്? ലംഘനം, പാപം, അകൃത്യം. അതുപോലെ ക്ഷമയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പാപമോചനത്തിന് ഇവിടെ 3 വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 1 ക്ഷമിക്കുക, അതായത് പാപത്തിൻ്റെ ഭാരം ദൈവം നീക്കുന്നു. 2 മറക്കുക, അനുദപിച്ച വ്യക്തിക്കെതിരെ ആ പാപം ഇനി കണക്കാക്കപ്പെടുന്നില്ല. 3ാമതായിട്ട് പറയുന്നത് കണക്കിടാതിരിക്കുക, ആണ് കുറ്റബോധത്തിൽ നിന്നും വ്യക്തിയെ മോചിപ്പിക്കുന്നു. ഈ 3 വാക്കുകൾ ഏതൊക്കെയാണ്? പാപമോചനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകൾ ക്ഷമിക്കുക, മറക്കുക, കണക്കിടാതിരിക്കുക. അതാണ് 9ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ദൈവം പൂർണ്ണമായി പാപം നീക്കുന്നതിൻ്റെ പടവുകൾ ഇവിടെ പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിൻ്റെ കൃപയാൽ ഒരാൾ പൂർണ്ണമായി ശുദ്ധമാക്കപ്പെടുന്നതിൻ്റെ തിരുവചനമാണ്. ഇതിലൂടെ ഊന്നി പറയുന്നത് ദൈവത്തിൻ്റെ ക്ഷമയുടെ പൂർണ്ണതയാണ്. ദൈവം ഭാഗികമായി മാത്രം ശുദ്ധീകരിക്കുന്നില്ല, അവിടുത്തെ കൃപ പാപത്തെ പൂർണ്ണമായി നീക്കുന്നു. അതാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 11ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്തുകൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ കൃപയാൽ ഒരാൾ പൂർണ്ണമായി ശുദ്ധമാക്കപ്പെടുന്നതിൻ്റെ തിരുവചനം എന്ന് പറയുന്നത്? ദൈവം പൂർണ്ണമായി പാപം നീക്കുന്നതിൻ്റെ പടവുകൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിൻ്റെ കൃപയാൽ ഒരാൾ പൂർണ്ണമായി ശുദ്ധമാക്കപ്പെടുന്നതിൻ്റെ തിരുവചനമാണ്. ഇതിലൂടെ ഊന്നി പറയുന്നത് ദൈവത്തിൻ്റെ ക്ഷമയുടെ പൂർണ്ണതയാണ്. ദൈവം ഭാഗികമായി മാത്രം ശുദ്ധീകരിക്കുന്നില്ല, അവിടുത്തെ കൃപ പാപത്തെ പൂർണ്ണമായി നീക്കുന്നു. 2ാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് പാപം മറച്ചു വയ്ക്കുന്നവൻ്റെ വേദനയും സമ്മതിക്കുന്നവൻ്റെ വിടുതലും. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ? ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണതാൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദാവീദ് പാപം മറച്ചു വെച്ചപ്പോൾ ആത്മീയവും മാനസികവും ശാരീരികവുമായ ഭാരങ്ങൾ അവൻ അനുഭവിച്ചു. പാപം മറച്ചു വെച്ചപ്പോൾ ദാവീദിന് എന്താ സംഭവിച്ചത്? ആത്മീയവും മാനസികവും ശാരീരികവുമായ ഭാരങ്ങൾ അവൻ അനുഭവിച്ചു. അതായത് പാപത്തിൻ്റെ ഫലം മനസ്സിൽ മാത്രം ഒതുങ്ങുന്നില്ല, കുറ്റബോധം മനുഷ്യൻ്റെ മുഴുവൻ ജീവിതത്തെയും ബാധിക്കാം. അവിടെ പറയുന്നുണ്ട്, അദ്ദേഹം ഇത് ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: എൻ്റെ അസ്ഥികൾ ഉണങ്ങിപ്പോയി, പകൽ രാത്രി നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി. ഇത് മനസാക്ഷിയുടെ വേദന, ആത്മീയ വരൾച്ച, ദൈവത്തിൻ്റെ ശാസന എന്നിവയെ സൂചിപ്പിക്കുന്ന വചനങ്ങളാണ്. ഇവിടെ പറയുന്നത്? ഇത് എൻ്റെ അസ്ഥികൾ ഉണങ്ങിപ്പോയി. അതാണ് 13ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. എൻ്റെ അസ്ഥികൾ ഉണങ്ങിപ്പോയി, പകൽ രാത്രി നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി. ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത് ദാവീദിൻ്റെ ആഴത്തിലുള്ള ക്ഷീണത്തെ സൂചിപ്പിക്കുന്നു. കുറ്റബോധം തൻ്റെ ശക്തി മുഴുവൻ ചോർത്തിക്കളയുന്ന പോലെ അവന് അനുഭവപ്പെട്ടു. നമുക്കിവിടെ കാണാൻ സാധിക്കും, രാവും പകലും അങ്ങയുടെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അതിൽ നിന്നെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള ബോധം ദാവീദിനെ നിരന്തരം അലട്ടുകയായിരുന്നു. പുസ്തകം ഇതിനെ മനസാക്ഷിയുടെ വേദന, ആത്മീയ വരൾച്ച, ദൈവിക ശിക്ഷണം എന്നീ നിലകളിൽ വിശദീകരിക്കുന്നു.
എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി, രാവും പകലും അങ്ങയുടെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഇത് ദാവീദിൻ്റെ ആഴത്തിലുള്ള ക്ഷീണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറ്റബോധം തൻ്റെ ശക്തി മുഴുവൻ ചോർത്തി കളയുന്നത് പോലെ അവന് അനുഭവപ്പെട്ടു. തൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള ബോധം ദാവീദിനെ നിരന്തരം അലട്ടുകയായിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? മനസാക്ഷിയുടെ വേദന, ആത്മീയ വരൾച്ച, ദൈവത്തിൻ്റെ ശാസന എന്നിവയെ സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് ഈ വാക്യങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് 14ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. എന്നാൽ അവൻ പാപസമ്മതം അഥവാ കുമ്പസാരം നടത്തിയപ്പോൾ ദൈവം പെട്ടെന്ന് അവന് മാപ്പ് നൽകി. അതവന് ആശ്വാസമായി. 15ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, പാപസമ്മതം നടത്തിയപ്പോൾ എന്താണ് ദൈവം നൽകിയത്? മാപ്പ് നൽകി, അല്ലേ? അവിടെ വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. ദാവീദ് തൻ്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം വേഗത്തിൽ ക്ഷമിച്ചു. അതായത് പാപം മറച്ചു വയ്ക്കുന്നത് ഒരു ഭാരമാണ്. പാപം ഏറ്റു പറയുന്നത് ആശ്വാസവും മോചനവും നൽകും. അതാണ് ദാവീദ് ആത്മീയമായിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നത്. ഇവിടെ പ്രകാരം പറയുന്നുണ്ട്, എന്താണ്? ദൈവത്തെങ്കിലേക്കുള്ള ദാവീദിൻ്റെ ആത്മീയ തിരിയലാണ്, ഒരു യു ടേൺ ആണിത്, അല്ലേ? ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ പാപം നിന്നെ അറിയിച്ചു, നീ എൻ്റെ പാപദോഷം പുറത്തു തന്നു. ഞാൻ എൻ്റെ പാപം നിന്നെ അറിയിച്ചു, നീ എൻ്റെ പാപദോഷം പുറത്തു തന്നു. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദൈവം ക്ഷമിക്കാൻ വേഗതയുള്ളവനാണല്ലേ. ദൈവത്തിൻ്റെ ക്ഷമയുടെ വേഗതയും അതിൻ്റെ പൂർണ്ണതയുമാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. അനുതാപം എന്നത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് വിഷമിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. തെറ്റായ വഴിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞു മടങ്ങി വരിക എന്നതാണ് യഥാർത്ഥ അനുതാപം. നമ്മളെന്താണ് ഇവിടെ കണ്ടത്? എൻ്റെ അസ്ഥികൾ ഉണങ്ങിപ്പോയി, പകൽ രാത്രി നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായെന്നുള്ളത് മനസാക്ഷിയുടെ വേദന, ആത്മീയ വരൾച്ച, ദൈവത്തിൻ്റെ ശാസന എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുപോലെ ദാവീദ് പാപസമ്മതം നടത്തിയപ്പോൾ ദൈവം പെട്ടെന്ന് അവന് മാപ്പ് നൽകി, അവനോട് ക്ഷമിക്കുന്നു. ദൈവത്തിങ്കിലേക്കുള്ള ദാവീദിൻ്റെ ആത്മീയ തിരയലിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എൻ്റെ പാപം നിന്നെ അറിയിച്ചു, നീ എൻ്റെ പാപദോഷം പുറത്തു തന്നു. ദൈവത്തിൻ്റെ വേഗതയുള്ള ക്ഷമയുടെയും പൂർണ്ണതയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുന്ന പോയിന്റ് എന്താണ്? ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും അത് സ്വീകരിക്കുന്ന നീതിമാന്മാർക്കുള്ള സന്തോഷവും. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വീഴുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. എന്താണ് ഇവിടെ പറയുന്നത്? ദൈവകൽപ്പന സ്വീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നവർക്കുള്ള സംരക്ഷണവും പ്രബോധനവും അതുവഴി ഉണ്ടാകുന്ന ആത്മീയ ആനന്ദവുമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് പാപം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നൊരു വ്യക്തിക്ക് ലഭിക്കുന്ന സംരക്ഷണവും പ്രബോധനവും അതുവഴി ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ആത്മീയ ആനന്ദവുമാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ പറയുന്നുണ്ട്, എന്താണ്? ദൈവം ക്ഷമിക്കുക മാത്രമല്ല, തുടർന്ന് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. പാപം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന വ്യക്തിക്ക് ദൈവം മോചനം, അഭയം, സംരക്ഷണം, മാർഗനിർദ്ദേശം എന്നിവ നൽകുന്നു. പാപം സമ്മതിക്കുന്നവർക്ക്, അതായത് സത്യകുമ്പസാരം നടത്തുന്നവർക്ക് ദൈവം മോചനവും അഭയവും സംരക്ഷണവും വിടുതലും നൽകുന്നുവെന്ന വിവരണമാണ് ഇവിടെ ഉള്ളത്. എന്താണ് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദൈവത്തെ അനുസരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നൊരു വ്യക്തിക്ക് ലഭിക്കുന്ന സംരക്ഷണവും പ്രബോധനവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ആത്മീയ ആനന്ദത്തെക്കുറിച്ചും നമുക്കിവിടുന്ന് വ്യക്തമാവുന്നുണ്ട്. അതുപോലെ പറഞ്ഞിട്ട് പാപം സമ്മതിക്കുന്നവർക്ക് ദൈവം മോചനവും അഭയവും സംരക്ഷണവും വിടുതലും നൽകുന്നു എന്നുള്ളൊരു വിവരണവും ഇവിടെ ഉണ്ട്. ദൈവം സ്വയം അനുതാപിയുടെ കർത്തൃത്വം ഏറ്റെടുത്ത് സംസാരിക്കുന്നു.
അല്ലേ? അതാണ് നമുക്കിനി അടുത്ത വരിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം ഒരു ഗുരുവും സംരക്ഷകനുമായി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? ഞാൻ നിന്നെ ഉപദേശിക്കും, നീ പോകേണ്ട വഴി നിന്നെ ഉപദേശിച്ചുകൊണ്ട് നിന്നെ കാക്കും. എന്താണ് ദൈവം അവിടെ പറയുന്നത്? ഞാൻ നിന്നെ ഉപദേശിച്ച് നീ പോകേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. അവിടെ ദൈവം സ്വയം അനുതാപിയുടെ കർത്തൃത്വം ഏറ്റെടുത്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഒരു ഗുരുവും സംരക്ഷണവുമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്താണ് പറയുന്നത്? ദൈവം ക്ഷമിക്കുക മാത്രമല്ല, തുടർന്ന് എങ്ങനെ ജീവിക്കണം എന്നും കൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ അനുതാപം പാപം ഏറ്റുപറഞ്ഞോടെ അവസാനിക്കുന്നില്ല. തുടർന്ന് ദൈവത്തോട് ചേർന്ന് അനുസരണയോടെ ജീവിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വേണം എന്നാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, വിശ്വാസി ദൈവത്തോട് ചേർന്ന് അനുസരണയോടെ നടക്കുകയും ദൈവകൽപ്പനകൾ പാലിക്കുകയും ചെയ്യണമെന്ന ഉപദേശവും ഇവിടെയുണ്ട്. എന്താണ് പറയുന്നത്? വിശ്വാസി ദൈവത്തോട് ചേർന്ന് അനുസരണയോടെ നടക്കണം, അല്ലേ? ദൈവത്തോട് ചേർന്ന് അനുസരണയോടെ നടക്കുകയും ദൈവകൽപ്പനകൾ പാലിക്കുകയും ചെയ്യണം എന്നൊരു ഉപദേശവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ഇനി 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദൈവം ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷാനന്ദിപ്പീൻ, ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷുല്ലസിപ്പീൻ. ഈ വരികളിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? നീതിമാന്മാരുടെ സന്തോഷത്തിൻ്റെ പ്രകടനമാണിത്. നീതിമാന്മാരുടെ സന്തോഷത്തിൻ്റെ പ്രകടനമാണിത്. ഇവിടെ പറയുന്നുണ്ട്, എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കരുണ ചുറ്റിപ്പിടിക്കുന്നു. അവസാനം സങ്കീർത്തനം സന്തോഷത്തിൽ അവസാനിക്കുന്നു. നീതിമാന്മാരെ യഹോവയിൽ ആനന്ദിക്കുവേൻ, ഉല്ലസിക്കുവേൻ എന്നിവിടെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് അനുതാപത്തിൻ്റെ അവസാന ഫലം കുറ്റബോധമല്ല, ദൈവത്തിലുള്ള സന്തോഷമാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ എന്ത് ചെയ്യുന്നു? കരുണ ചുറ്റിപ്പിടിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കുന്നു, നീതിമാന്മാരെ യഹോവയിൽ ആനന്ദിക്കുവേൻ, ഉല്ലസിക്കുവേൻ. സങ്കീർത്തനം സന്തോഷത്തിലാണ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര നേരം പറഞ്ഞത് എന്തായിരുന്നു? 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും അത് സ്വീകരിക്കുന്ന നീതിമാന്മാർക്കുള്ള സന്തോഷവുമായിരുന്നു 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. ദൈവകൽപ്പന സ്വീകരിച്ചുകൊണ്ട് പാപം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നവർക്ക് ലഭിക്കുന്ന സംരക്ഷണവും പ്രബോധനം, അതുവഴി ആ വ്യക്തിക്ക് ലഭിക്കുന്ന ആത്മീയ ആനന്ദത്തെക്കുറിച്ചുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പാപം സംബന്ധിക്കുന്നവർക്ക് ദൈവം എന്ത് നൽകുന്നു? മോചനവും അഭയവും സംരക്ഷണവും വിടുതലും നൽകുന്നു. അതുപോലെ ദൈവം സ്വയം അനുതാപിയുടെ കർത്തൃത്വം ഏറ്റെടുത്ത് സംസാരിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? ഞാൻ നിന്നെ ഉപദേശിച്ച് നീ പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, നീ പോകേണ്ട വഴി നിന്നെ ഉപദേശിച്ചുകൊണ്ട് നിന്നെ കാക്കുമെന്നിവിടെ പറയുന്നു. വിശ്വാസി എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്ന് അനുസരണയോടെ നടക്കണം, ദൈവകൽപ്പനകൾ പാലിക്കണം എന്നൊരു ഉപദേശം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത് നീതിമാന്മാരുടെ സന്തോഷത്തിൻ്റെ പ്രകടനമാണ്. നീതിമാന്മാരുടെ സന്തോഷത്തിൻ്റെ പ്രകടനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ എന്താണ്? കരുണ ചുറ്റിപ്പിടിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ കരുണ ചുറ്റിപ്പിടിക്കുന്നു. അതുപോലെ ഈ സങ്കീർത്തനം സന്തോഷത്തിലാണ് അവസാനിക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത്? നീതിമാന്മാരെ യഹോവയിൽ ആനന്ദിക്കുവേൻ, ഉല്ലസിക്കുവേൻ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 32-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യമാണ്. അവിടെ 4 പോയിന്റാണ് കൊടുത്തിരിക്കുന്നത്. സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഒന്നാമതായിട്ട് പറയുന്നു, പശ്ചാത്താപത്തിൻ്റെ ആത്മീയ മനഃശാസ്ത്രം അവതരിപ്പിക്കുന്നു. എന്താണ്? പാപം മറച്ചു വയ്ക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു, ഏറ്റു പറയുമ്പോൾ എങ്ങനെ സമാധാനം ലഭിക്കുന്നുവെന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അനുതാപത്തിൻ്റെ ആത്മീയ മനഃശാസ്ത്രം അവതരിപ്പിക്കുന്നു. 32-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ പശ്ചാത്താപത്തിൻ്റെ ആത്മീയ മനഃശാസ്ത്രം അവതരിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നുണ്ട്, പാപം സമ്മതിക്കുന്നതും ദൈവത്തിൻ്റെ ക്ഷമയും തമ്മിലുള്ള അന്തരംഗമായ ദൈവ-മനുഷ്യ ബന്ധം വെളിവാക്കുന്നു. പാപം സമ്മതിക്കുന്നതും ദൈവത്തിൻ്റെ ക്ഷമയും തമ്മിലുള്ള അന്തരംഗമായ ദൈവ-മനുഷ്യ ബന്ധം വെളിവാക്കുന്നു. കൺഫെഷൻ എന്നതൊരു നിയമലംഘനം സമ്മതിക്കുക മാത്രമല്ല, തകർന്ന ദൈവബന്ധം പുനഃസ്ഥാപിക്കുന്ന അനുഭവമാണ്. പാപത്തിൻ്റെ ഏറ്റുപറച്ചിലും ദൈവത്തിൻ്റെ ക്ഷമയും തമ്മിലുള്ള ദൈവ-മനുഷ്യ ബന്ധം 32-ാം സങ്കീർത്തനം വ്യക്തമാക്കുന്നു.
ഇനി മൂന്നാമതായിട്ട് പറയുന്നുണ്ട്, ദൈവകൃപയാണ് വിശ്വാസിയെ രൂപപ്പെടുത്തുന്ന ശക്തി. ഇതാണ് ദൈവകൃപയുടെ അനുഭവം വിശ്വാസിയെ മാറ്റുന്ന ശക്തിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ സ്വന്തം ശക്തി കൊണ്ട് മാത്രമല്ല യഥാർത്ഥ മാറ്റം ഉണ്ടാകേണ്ടത്. ദൈവകൃപയുടെ അനുഭവമാണ് ആന്തരിക പരിവർത്തനത്തിന് കാരണമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ്റെ സ്വന്തം ശക്തി കൊണ്ട് മാത്രമല്ല യഥാർത്ഥ മാറ്റം ഉണ്ടാക്കേണ്ടത്. ദൈവകൃപയുടെ അനുഭവമാണ് ആന്തരിക പരിവർത്തനത്തിന് കാരണമാകുന്നത്. അതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഇവിടെ പറയുന്നത്. ദൈവകൃപയുടെ അനുഭവം വിശ്വാസിയെ മാറ്റുന്ന ശക്തിയാണ്. നാലാമതായിട്ട് പറയുന്നുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ശുദ്ധീകരണത്തിന് പ്രധാനമായ ലിറ്റർജിക്കൽ സങ്കീർത്തനങ്ങളിൽ ഒന്നാണിത്. ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയ ശുദ്ധീകരണത്തിന് പ്രധാനമായ ഒരു ലിറ്റർജിക്കൽ സങ്കീർത്തനങ്ങളിൽ ഒന്നാണിത്. 4 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 32-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം അത് പഠിച്ചു വെക്കുക. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നുണ്ട്, പ്രായോഗികവും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതുമായ ചില നിർദ്ദേശങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? പ്രായോഗികവും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതുമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് പറയുന്നുണ്ട്, പാപസമ്മതവും വിശുദ്ധ കുമ്പസാരവും ആത്മീയ സ്വാതന്ത്ര്യത്തിനുള്ള വഴിയാണ്. എന്താണ്? പാപത്തിൻ്റെ ഏറ്റുപറച്ചിലും വിശുദ്ധ കുമ്പസാരവും ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ഇവിടെ പ്രധാനപ്പെട്ടൊരു വാചകം, കുമ്പസാരം സ്വയം കുറ്റം വിധിക്കലല്ല, അത് സമാധാനത്തിലേക്കുള്ള കവാടമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവമേ, ഞാൻ വഴിതെറ്റിപ്പോയി, മഹാപാപിയായി എന്നോട് കരുണ ചെയ്യണമേ എന്നൊരു പ്രാർത്ഥന ഇവിടെ പുസ്തകം നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ കൂടാതെ ദിവസവും ഹൃദയ പരിശോധന നടത്താനും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവെ, എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണമേ, അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. കുമ്പസാരം ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. പാപസമ്മതവും വിശുദ്ധ കുമ്പസാരവും ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. ആത്മീയ ജീവിതത്തിൽ കുരുക്കും ഇരുട്ടും നമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ പാപം മറച്ചു വെക്കുന്നത് കൊണ്ടാണ്. പാപസമ്മതം നിന്നയല്ല, അത് ശാന്തിയിലേക്കുള്ള കവാടമാണ്. നമ്മെ ഏറ്റവും സ്വതന്ത്രരാക്കുന്ന പ്രാർത്ഥന നാം സ്ഥിരമായി ചൊല്ലണം. എന്താണ്? നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, മഹാപാപിയായി എന്നോട് കരുണ ചെയ്യണമേ. ദിവസം തോറും ഹൃദയ പരിശോധന പ്രാർത്ഥന ചെയ്യുക. എന്താണ്? കർത്താവെ, എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണമേ, നിൻ്റെ വഴിയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇനി രണ്ടാമതായിട്ടോടെ പറഞ്ഞൊരു പാഠം, പാപം നാം മറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? പാപം മറച്ചു വെക്കുമ്പോൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടുന്നു. ദാവീദിൻ്റെ അനുഭവം ഇതിന് ഉദാഹരണമാണ്. എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു, അങ്ങയുടെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. പാപം മറച്ചു വയ്ക്കുമ്പോൾ കുറ്റബോധവും ആത്മീയ വരൾച്ചയും ഉള്ളിൽ വളരുന്നു. പാപം എന്നത് അടിസ്ഥാനപരമായി ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള അകലം മനുഷ്യനെ ആത്മീയമായി ക്ഷീണിപ്പിക്കുന്നു. അതിനാൽ പുസ്തകം നമ്മോട് സ്വയം ചോദിക്കാൻ പറയുന്നത് എന്താണ്? ഞാൻ കർത്താവിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. പാപം നാം മറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെടും. ദാവീദ് പറയുന്നു, എൻ്റെ അസ്ഥികൾ ഉണങ്ങി, നിൻ്റെ കൈ ഭാരമായി. പാപം മറച്ചു വെക്കുമ്പോൾ ഉള്ളിൽ കുറ്റബോധവും ആത്മീയ വരൾച്ചയും ഉണ്ടാകും. ദൈവത്തെ വിട്ടുകൊണ്ടാണ് നാം പാപം ചെയ്യുന്നത്. അതിനാൽ ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്ന ദൂരം നമ്മെ ക്ഷീണിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയില്ലെങ്കിൽ നാം തന്നെ നമ്മോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. എന്താണ്? കർത്താവിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നിലുണ്ടോ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നുണ്ട്, ദൈവം ക്ഷമിക്കുമ്പോൾ അത് അതിവേഗമാണ് നടക്കുന്നത്. ദൈവം വേഗത്തിൽ ക്ഷമിക്കുന്നു. ദാവീദ് തൻ്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചു. ഇതിലൂടെ പുസ്തകം നൽകുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ദൈവം ക്ഷമിക്കുന്നു എന്ന സത്യമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസം. അതിനാൽ അനുതാപം എന്നത് ജീവിതകാലം മുഴുവൻ കുറ്റബോധത്തിൽ കഴിയുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നുണ്ട്, ദാവീദ് പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അതിവേഗം അത് ക്ഷമിച്ചു. ദൈവം ക്ഷമിക്കുന്നു എന്ന സത്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ആശ്വാസമാണ്. നമ്മൾ ഇത്ര നേരം കണ്ടത് എന്താണ്? കുമ്പസാരം ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. പാപസമ്മതവും കുമ്പസാരവും. രണ്ടാമതായിട്ട് പറയുന്നുണ്ട്,
പാപം മറച്ചു വെക്കുമ്പോൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടുന്നു. മൂന്നാമതായിട്ട് ദൈവം വേഗത്തിൽ ക്ഷമിക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ദൈവം നമ്മുടെ അഭയസ്ഥാനം. 4ാമത്തെ പോയിന്റ്, ദൈവം നമ്മുടെ അഭയസ്ഥാനം. അപകടകാലത്ത് സുരക്ഷ. പാപവിശുദ്ധീകരണത്തിന് ശേഷം ദൈവം നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാകുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കർത്താവേ, ഞാൻ നിന്നിൽ മറഞ്ഞിരിക്കുന്നു, എൻ്റെ സംഗീതവും ശക്തിയും നീ ആകുന്നുവല്ലോ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് 23ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട ശേഷം ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിനായി അനുഭവപ്പെടുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, ഞാൻ നിന്നിൽ മറഞ്ഞിരിക്കുന്നു, എൻ്റെ സംഗീതവും ശക്തിയും നീ ആകുന്നുവല്ലോ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ വലിയൊരു മാറ്റമുണ്ട്. പാപത്തിൽ കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. അനുതപിച്ച ശേഷം അവൻ ദൈവത്തിലേക്ക് ഓടിച്ചെല്ലുന്നു. ഇനി 5ാമത്തെ പ്രായോഗിക പാഠം എന്ന് പറയുന്നത് ദൈവം വഴി കാണിക്കുന്നു. 5ാമത്തെ പോയിന്റ് എന്താണ്? ദൈവം മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. 8ഉം 9ഉം വാക്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, പിന്നെ കോവർ കഴുതയും പോലെ ആകരുത് എന്നുള്ള 8ഉം 9ഉം വാക്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം നമ്മെ വഴി കാട്ടുന്നു, പക്ഷെ നമ്മുടെ മനസ്സ് അടങ്ങിയിരിക്കണം. അനുസരണമില്ലാതായാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനാവില്ല. അതുകൊണ്ട് തീരുമാനങ്ങളുടെയും പ്രവർത്തികളുടെയും മുന്നിൽ ഉണ്ടാകേണ്ട ചോദ്യം ഇതെനിക്ക് സുഗമമാണോ എന്നുള്ളതല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ വഴിയോ എന്നുള്ളതാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ പഠിപ്പിക്കും, ഞാൻ നിന്നെ ഉപദേശിക്കും. ക്ഷമ ലഭിച്ച ശേഷം ദൈവം പുതിയ ജീവിതത്തിലുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്നു. തുടർന്ന് കുതിരയുടെയും കോവർ കഴുതയുടെയും ഉദാഹരണം കാണാനായിട്ട് സാധിക്കും. അവയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കേണ്ടി വരുന്ന പോലെ നാം ദൈവത്തോട് പെരുമാറരുത്. ദൈവം നിർബന്ധിച്ച് നമ്മെ അനുസരിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. നാം സ്വമേധയാ അവിടുത്തെ ശബ്ദം കേൾക്കണം. അതുകൊണ്ടൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഇതെനിക്ക് സൗകര്യപ്രദമാണോ എന്നുള്ളതല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ വഴിയാണോ എന്നുള്ളതാണ്. ഇനി 6ാമതായിട്ടുള്ള പാഠം വിശ്വാസിയെ കരുണ ചുറ്റിപ്പിടിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിൻ്റെ കരുണ ചുറ്റിപ്പിടിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണം നശിപ്പിക്കാനല്ല, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് എന്ന അധ്യായം പഠിപ്പിക്കുന്നു. എന്താണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്? ദൈവവിശ്വാസം കരുണയുടെ ശൃംഖലയിൽ നമ്മെ ചുറ്റിക്കൊള്ളുന്നു. 10ാമത്തെ വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്നവനെ കരുണ ചുറ്റിപ്പിടിക്കും. ദൈവദണ്ഡം പാപത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയാണ്. കരുണ ദൈവവുമായി ശരിയായ ബന്ധം ഉള്ളവർക്ക് ലഭിക്കുന്നതാണ്. ആത്മീയ വളർച്ച ഉണ്ടാവേണ്ട ഒരു ക്രമം ഇവിടെ പറയുന്നുണ്ട്. ആശ്രയം, കരുണ, സുരക്ഷ, സന്തോഷം എന്ന ക്രമത്തിൽ ആത്മീയ വളർച്ച ഉണ്ടാകണം. ദിവസം പ്രതി നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ കരുണയിൽ ഞാൻ ജീവിക്കട്ടെ, ഞാൻ നിന്നെ വിട്ടുപോകാതിരിക്കാൻ സഹായിക്കണമേ. എന്താണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്? കർത്താവിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിൻ്റെ കരുണ ചുറ്റിപ്പിടിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണം നശിപ്പിക്കാനല്ല, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണെന്ന് അധ്യായം പഠിപ്പിക്കുന്നു. ആത്മീയ വളർച്ചയുടെ ക്രമം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? അഭയം, ആശ്രയം, കരുണ, സുരക്ഷ, സന്തോഷം എന്ന ക്രമത്തിൽ ആത്മീയ വളർച്ച ഉണ്ടാകണം. അതിനാൽ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ, അങ്ങയുടെ കരുണയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ, അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. ഇനി 7ാമതായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിലുള്ള സന്തോഷം ആത്മീയ ആരോഗ്യത്തിൻ്റെ അടയാളമാണ്. ദൈവത്തിൽ സന്തോഷം ആത്മീയ ആരോഗ്യത്തിൻ്റെ അടയാളം. സങ്കീർത്തനം സന്തോഷത്തിൽ അവസാനിക്കുന്നു. ഇത് നൽകുന്ന പാഠം പാപമോചനത്തിൻ്റെ യഥാർത്ഥ ഫലം ആനന്ദം എന്നാണ്. പാപമോചനത്തിൻ്റെ യഥാർത്ഥ ഫലം എന്താണ്? ആനന്ദം. ദൈവിക സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതം ഭാരങ്ങളിൽ കൂടി നടക്കാനുള്ളതല്ല. ദൈവാനുഗ്രഹത്തിൻ്റെ നിറവിൽ ആത്മീയ ആനന്ദം അനുഭവിക്കാനുള്ളതാണ്. പ്രതിദിനം ഒരു നന്ദി പട്ടിക എഴുതി നോക്കുക. ഇന്ന് ദൈവം എനിക്ക് ചെയ്തവ എന്തൊക്കെയാണ്? എന്താണ് ഇവിടെ പറയുന്നത്? 7ാമതായിട്ടുള്ള പോയിന്റ്, ദൈവത്തിലുള്ള സന്തോഷം ആത്മീയ ആരോഗ്യത്തിൻ്റെ അടയാളം. സങ്കീർത്തനം 32 ദുഃഖത്തിൽ അവസാനിക്കുന്നില്ല, സന്തോഷത്തിലാണ് അവസാനിക്കുന്നത്.
പാപക്ഷമയുടെ യഥാർത്ഥ ഫലം സന്തോഷമാണെന്നാണ് അധ്യായം പഠിപ്പിക്കുന്നത്. ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമ്പോൾ കുറ്റബോധത്തിൻ്റെ ഭാരം മാറുകയും ദൈവിക സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് പുസ്തകം വളരെ പ്രായോഗികമായ ഒരു ശീലം നിർദ്ദേശിക്കുന്നു. എന്താണ്? ഓരോ ദിവസവും നന്ദി പട്ടിക എഴുതി നോക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, എന്താണ് ഇന്ന് ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ കണ്ടത് 7 പോയിൻറ്റ്സ് ആണ് അല്ലേ? ക്രൈസ്തവ എന്താണ് ഇവിടെ പറയുന്നത്? പ്രായോഗികവും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതുമായ ചില നിർദ്ദേശങ്ങളാണ്. അപ്പോൾ 7 നിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടു. 1, കുമ്പസാരം പാപസമ്മതം ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. 2, പാപം മറച്ചു വയ്ക്കുമ്പോൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടുന്നു. പിന്നെ ദൈവം വേഗത്തിൽ ക്ഷമിക്കുന്നു. 4, ദൈവം നമ്മുടെ അഭയസ്ഥാനം. 5, ദൈവം വഴി കാണിക്കുന്നു. 6, വിശ്വാസി കരുണ ചുറ്റിപ്പിടിക്കുന്നു. 7, ദൈവത്തിലുള്ള സന്തോഷം ആത്മീയ ആരോഗ്യത്തിൻ്റെ അടയാളം. അതുപോലെ ഇവിടെ പറയുന്നുണ്ട്, അവസാനമായിട്ട് പറയുന്നു, സംഗ്രഹമാക്കി പറഞ്ഞാൽ സങ്കീർത്തനം 32 മുഖ്യ ആത്മീയ പാഠങ്ങൾ പാപസമ്മതം, ക്ഷമ, സ്വാതന്ത്ര്യം, വഴികാട്ടൽ, കരുണ, സന്തോഷം എന്നിവയാണ്. ഇവ ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ സമ്പന്നത നിലനിർത്തും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്? പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ, ക്ഷമ, സ്വാതന്ത്ര്യം, ദൈവിക മാർഗനിർദ്ദേശം, കരുണ, സന്തോഷം ഇവയാണ് ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ നിലനിർത്തുന്നത്. ലളിതമായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട്, പാപം മറച്ചു വയ്ക്കുന്നു, ഭാരം അനുഭവപ്പെടുന്നു. പാപം ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു, സ്വാതന്ത്ര്യം ലഭിക്കുന്നു, ദൈവം വഴി കാണിക്കുന്നു, കരുണയിൽ ജീവിക്കുന്നു, സന്തോഷത്തിലേക്ക് എത്തുന്നു. അല്ലേ? ഈ പാഠം നമുക്ക് ലളിതമായിട്ട് ഓർത്തിരിക്കണമെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. എന്താണ്? പാപം മറച്ചു വയ്ക്കുന്നത് വഴി ഭാരം അനുഭവപ്പെടുന്നു. പാപം ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു, സ്വാതന്ത്ര്യം ലഭിക്കുന്നു, ദൈവം വഴി കാണിക്കുന്നു, കരുണയിൽ ജീവിക്കാൻ സാധിക്കുന്നു, സന്തോഷത്തിലേക്ക് എത്തുന്നു. അതാണ് ഈ 3ാമത്തെ ചാപ്റ്റർ. നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.